അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1404, സൂറത്തുർ റഅദ് 8 മുതൽ 11 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله يعلم ما تحمل كل أنثى وما تغيض الأرحام وما تزداد وكل شيء عنده بمقدار. عالم الغيب والشهادة الكبير المتعال. سواء منكم من أسر القول ومن جهر به ومن هو مستخف بالليل وسارب بالنهار. له معقبات من بين يديه ومن خلفه يحفظونه من أمر الله. إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم. وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. الله يعلم, അല്ലാഹു അറിയുന്നവനാകുന്നു, മാ തഹ്മിലു കുല്ലു ഉൻസ, ഓരോ സ്ത്രീകളും ഗർഭം ധരിക്കുന്നത് എന്താണെന്ന്. വമാ തഗീലുൽ അർഹാമു, ഗർഭപാത്രങ്ങൾ കുറവ് വരുത്തുന്നതും വമാ തസ്ദാദു, വർദ്ധിപ്പിക്കുന്നതും എന്താണെന്നും അല്ലാഹു അറിയുന്നവനാകുന്നു. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിങ്കൽ ഒരു നിശ്ചിത നിർണയമനുസരിച്ചാണ് നടക്കുന്നത്. ആലിമുൽ ഗൈബി വശഹാദ, അല്ലാഹു തആല ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാകുന്നു. അൽ കബീറുൽ മുതആൽ, ഉന്നതനും മഹാനുമാകുന്നു അല്ലാഹു. സവാഉം മിൻകും മൻ അസറൽ ഖൗല, നിങ്ങളിൽ നിന്ന് സംസാരത്തെ രഹസ്യമാക്കിയവനും വമൻ ജഹറ ബിഹി, ഉറക്ക സംസാരിച്ചവനും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം സമമാണ്. വമൻ ഹുവ മുസ്തഖ്ഫിൻ ബിൽ ലൈലി, രാത്രിയിൽ മറഞ്ഞിരിക്കുന്നവനും വസാരിബുൻ ബിൻ നഹാർ, പകലിൽ എല്ലാവരും കാണെ ഇറങ്ങി നടക്കുന്നവനും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അറിവിൽ സമമാണ്. ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്, അവർ മനുഷ്യന്റെ മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും തുടരെ വന്നുകൊണ്ടിരിക്കും. യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മനുഷ്യനെ സംരക്ഷിച്ചുകൊണ്ട്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു സമൂഹത്തിലുള്ള നിലപാടിനെ മാറ്റം വരുത്തുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവരിലുള്ള നിലപാട് അവർ മാറ്റുന്നതുവരെ. വഇദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ, ഏതെങ്കിലും ഒരു കൂട്ടർക്ക് അല്ലാഹു തആല ഒരു തിന്മ ഉദ്ദേശിച്ചാൽ ഫലാ മറദ്ദ ലഹ്, ആ തിന്മയെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ, അല്ലാഹുവിനെ വിട്ടുകൊണ്ടൊരു സംരക്ഷകനും അവർക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്തിന്റെ തെളിവുകൾ, അവന്റെ ശക്തിയുടെ, അവന്റെ അജയ്യതയുടെ രേഖകൾ, നേരത്തെ പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയല്ലോ. ആ കൂട്ടത്തിൽ മരിച്ചു മണ്ണായതിനു ശേഷം എങ്ങനെ പുനർജന്മം, അത് സാധ്യമാവില്ല എന്ന് പറഞ്ഞ ശത്രുക്കൾ, അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പുതിയ പുതിയ അത്ഭുതങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അതിനെക്കുറിച്ച് അല്ലാഹു തആല നേരത്തെയുള്ള സൂക്തങ്ങളിൽ വിശദീകരിച്ചപ്പോ പടച്ചവൻ ഇവിടെ പറയുകയാണ്, അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അപ്പൊ ഈ ആവശ്യപ്പെടുന്ന, ഞങ്ങൾക്ക് ആ തെളിവ് കാണിച്ചുതാ, ഈ തെളിവ് കൊണ്ടുവാ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന, നബിതങ്ങളെ നിഷേധിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, അവരുടെ മനസ്സിലുള്ള ഉദ്ദേശ്യം എന്താണ്
എന്ന് അല്ലാഹു തആല അറിയുന്നവനാണ്. അതായത് അവർ ഈ ആവശ്യം ഉന്നയിക്കുന്നത് ഒരു നന്മ ഉൾക്കൊള്ളാനും ശരി സ്വീകരിക്കാനുമുള്ള ഒരു മാർഗം എന്ന നിലക്കാണോ, അതല്ല വെറുതെ പരിഹാസവും അതേപോലെ മാത്സര്യം പ്രകടിപ്പിക്കാനും നിബിതങ്ങൾക്ക് അങ്ങനെയൊന്നും സാധിക്കില്ല എന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു തെറ്റായ ശ്രമമാണോ? ഇങ്ങനെ ഒരു അത്ഭുതങ്ങൾ അവരാവശ്യപ്പെടുന്നത് പോലുള്ള അത്ഭുതങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്താൽ അതവർക്ക് ഫലപ്രദമാകുമോ? അതോ അത്ഭുതങ്ങൾ കണ്ടതിന് ശേഷം വീണ്ടും എന്തെങ്കിലും വിടുവായുത്തങ്ങൾ പറഞ്ഞ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ തന്നെ നിലകൊണ്ട് അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളായി മാറുമോ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഫലം ലഭിക്കുന്നതിനു വേണ്ടി, അറിവ് ലഭിക്കുന്നതിനു വേണ്ടി, നേരാണോ എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടി സതുദ്ദേശപൂർവം അത്ഭുതങ്ങൾ ആവശ്യപ്പെടുന്നവരാര്? അതൊന്നും സാധ്യമല്ല എന്ന് വരുത്തി തീർക്കാൻ ജനങ്ങളുടെ മുന്നിൽ വെറുതെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ എറിയുന്ന, ആ ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ദുരുദ്ദേശത്തോടുകൂടെ എയ്യുന്ന ആളുകൾ ആര്? ഇതെല്ലാം അള്ളാഹുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എവിടെയാണ് തെളിവുകൾ പ്രകടമാക്കേണ്ടത്, എവിടെയാണ് തെളിവുകൾ മറച്ചുവെക്കേണ്ടത് അല്ലെങ്കിൽ വെളിവാക്കാതിരിക്കേണ്ടത് എന്നെല്ലാം അള്ളാഹുവിന് നന്നായിട്ട് അറിയാം എന്ന് സൂചിപ്പിക്കാനാണ് അള്ളാഹു തആല അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസ, അതായത് തെളിവുകൾ ആവശ്യപ്പെട്ട തൊട്ടു മുമ്പത്തെ ആയത്തിൽ അതല്ലേ പറഞ്ഞത്, വയഖൂലുല്ലദീന കഫറൂ ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബി, എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിക്ക് പുതിയ ദൃഷ്ടാന്തങ്ങൾ ഇറക്കപ്പെടാത്തതെന്ന് ചോദിച്ചില്ലേ? ആ ചോദിച്ചതിന്റെ മറുപടിയിലാണ് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ പുതിയ തെളിവുകൾ തന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. കാരണം നിങ്ങളുടെ ചോദ്യം അങ്ങനെ ഒരു തെളിവുണ്ടോ എന്നറിയാനല്ല, അല്ലെങ്കിൽ അത്തരം തെളിവുകൾ തന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധികാരികത അല്ലാഹു തആല തെളിയിക്കുന്നുണ്ടോ എന്ന് നോക്കാനുമല്ല. അങ്ങനൊരു തെളിവ് തന്നാൽ നിങ്ങൾ അതിനെയും നിരാകരിക്കുകയും നിഷേധിക്കുകയും തന്നെയാണ് ചെയ്യുക എന്നാർക്കറിയാം? അല്ലാഹുവിനറിയാം. കാരണം ഈ ലോകത്ത് അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് പുറത്തു കടന്ന യാതൊരു സംഗതിയും ഇല്ല. ആ കൂട്ടത്തിൽ ബാഹ്യലോകത്ത് നമുക്ക് പ്രകടമാകാത്ത കാര്യങ്ങളുടെ കൂട്ടത്തിൽ ചിലതാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. അല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നവനാണ് മാ തഹ്മിലു കുല്ലു ഉൻസ, ഓരോ സ്ത്രീകളും ഗർഭം ധരിച്ചിരിക്കുന്നത്, ആ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്താണെന്ന്, അഥവാ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ഒറ്റയാണോ ഇരട്ടയാണോ, കറുത്തവനാണോ വെളുത്തവനാണോ, കുറിയവനാണോ നീണ്ടവനാണോ, ഇങ്ങനെ തുടങ്ങി ആ ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ചുള്ള സകലമാന ഡീറ്റെയിൽസും ആർക്കറിയാം? അല്ലാഹുവിനറിയാം. അതോടൊപ്പം തന്നെ ഒമാ തഗീലുൽ അർഹാമു, ഗർഭപാത്രങ്ങൾ കുറക്കുന്നതും കമ്മി വരുത്തുന്നതും, ഒമാ തസ്ദാദു, വർദ്ധിപ്പിക്കുന്നതും അല്ലാഹുവിനറിയാം. ചിലര് ചുരുങ്ങിയ കാലത്തെ സമയമായിരിക്കും ഗർഭം ധരിക്കുക, വേറെ ചിലർ 9 മാസവും ഏതാനും ദിവസങ്ങളുമാണല്ലോ എക്സാക്ട് കണക്കായിട്ട് പറയുന്നേ. അതുപോലെ നിൽക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞ് 10 മാസത്തിലേക്കും ചിലപ്പോൾ കടന്നേക്കാം. ചിലപ്പോൾ 2 വർഷം വരെ ഒരു പ്രസവിക്കാതെ ആ ഗർഭസ്ഥ ശിശു നീങ്ങിയേക്കാം. അപൂർവം കേസുകളിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇവിടെ. അതേ സമയത്ത് 5 വർഷം വരെ 4 വർഷം വരെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിലും 5 വർഷം വരെ എന്ന് ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിലും 2 വർഷം വരെ ഒരു ഗർഭം നീണ്ടുപോകാമെന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിലും ഒക്കെ കാണാം. റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മഹാനായ ലഹാഖ് റളിയല്ലാഹു അൻഹു 2 വർഷം ആയപ്പോഴാണ് ഗർഭം ധരിച്ച് 2 വർഷം ആയപ്പോഴാണ് പ്രസവിച്ചത് എന്ന്. ഹറം ഇബ്നു ഹയ്യാൻ എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം 4 വർഷമായപ്പോഴാണ് പ്രസവിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി അവിടുത്തെ തഫ്സീറിൽ ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഗർഭപാത്രത്തിൽ എത്ര കാലം ജീവിക്കും എന്നത് ഓരോ ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ചും നന്നായിട്ട് അള്ളാഹുവിനറിയാം. അത് സമയം തികഞ്ഞിട്ട് പ്രസവിക്കുമോ അല്ല സമയം തികയുന്നതിന് മുമ്പ് പ്രസവിക്കുമോ? ഒന്നുകൂടി പറഞ്ഞാൽ ചാപ്പിള്ളയായി തീരെ ഒരു കുട്ടിയുടെ രൂപം വരുന്നതിന് മുമ്പ് തന്നെ അബോർഷൻ ആകുമോ എന്ന് പോലും അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്താ കാരണം? വകുല്ലു ശൈഇൻ ഇൻദഹു ബിമിഖ്ദാർ, എല്ലാ സംഗതികളും അള്ളാഹുവിൽ ഒരു നിശ്ചിതമായിട്ടുള്ള കണക്കനുസരിച്ചാണ്, പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നത്. പടച്ച റബ്ബിന്റെ തീരുമാനമനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല കണക്കാക്കിയ ആ കണക്കിന്റെ അപ്പുറത്തേക്ക്
ഇപ്പൊ ഗർഭിണിയാണെങ്കിൽ ആ ഗർഭിണി എന്നു പ്രസവിക്കണം എന്നതിനെ സംബന്ധിച്ച് പടച്ചതമ്പുരാന് തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന്റെ മുമ്പേ പ്രസവിക്കാൻ, ബിഫോറായിട്ട് പ്രസവിക്കാൻ സാധിക്കില്ല. ആ തീരുമാനിച്ച ഡേറ്റ് കഴിഞ്ഞൊരൽപ്പം എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന സംവിധാനം അതും ഉണ്ടാവില്ല. ഓരോന്നിനും എക്സാക്ട് ടൈം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കാക്കിയ സമയത്ത് തന്നെ എല്ലാ സംഗതികളും നടക്കും. അപ്പൊ അതൊക്കെ അങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടാ? അതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നന്നായി അറിവ് അള്ളാഹുവിനുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് അള്ളാഹുവിനിങ്ങനെ അറിയുന്നു? ആലിമുൽ ഗൈബി വശഹാദ, അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പ്രഥമ ബുദ്ധിയിലൂടെ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ദൃശ്യം എന്ന് പറയുന്നത്. അദൃശ്യം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ സംഗതികൾക്ക് പിടിതരാത്ത വിധത്തിലുള്ള സംഗതികൾ, അങ്ങനെയും കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും അള്ളാഹുവിന് അറിയും. അവൻ എന്തുകൊണ്ടാണ് അവൻ അറിയുന്നത്? അൽ കബീറുൽ മുതആല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതനും മഹാനുമാണ്. കബീർ വലിയവൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായ വലിപ്പമല്ല ഉദ്ദേശ്യം, മറിച്ച് അവിടുത്തെ സ്ഥാനത്തിന്റെയും അതേപോലെ തന്നെ മഹത്വത്തിന്റെയും അളവ്, ഔന്നിത്യത്തിന്റേതായിട്ടുള്ള സാഹചര്യം, അതാ പറയണത്. കാരണം ഒരു ശാരീരികമായി വലുത് ചെറുത് എന്നൊക്കെ പറയുന്ന സൃഷ്ടികളുടെ സ്വഭാവം, ആ സ്വഭാവത്തിൽ നിന്ന് തികച്ചും അല്ലാഹു തആല ഭിന്നനാണ്, വ്യത്യസ്തനാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉന്നതനും മഹാനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. അവന്റെ അറിവിൽപ്പെടാത്ത ഒരു സംഗതികളും തന്നെ ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ പൊട്ടിക്കാം, അല്ലെങ്കിൽ അവനെ അങ്ങ് തോൽപ്പിച്ചു കളയാം എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമല്ല എന്ന് നിഷേധികളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇവിടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, അറിവിനെ സംബന്ധിച്ച് അള്ളാഹു ഒന്നുകൂടി പറയാണ്, സവാഉം മിൻകും, നിങ്ങളിൽ നിന്ന് അള്ളാഹുവിന് സമമാണ്. മൻ അസറൽ ഖൗല, വാക്കിനെ സ്വകാര്യമാക്കി വെച്ചവൻ, അതായത് മനസ്സിൽ മാത്രമേ അവൻ സംസാരിക്കുന്നുള്ളൂ, നാവ് കൊണ്ട് അവൻ പറയുന്നില്ല, എന്നാൽ അവന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണുള്ളത് എന്ന് അള്ളാഹുവിനറിയാം. ഒമൻ ജഹറ ബിഹി, അവൻ വാക്കുകൊണ്ട് പരസ്യമാക്കുന്നതും അള്ളാഹുവിനറിയാം. അപ്പൊ സ്വകാര്യമായി മനസ്സിൽ മാത്രം വിചാരിച്ചാലും നാവ് കൊണ്ട് സംസാരിച്ചാലും അത് ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും ഇവരെല്ലാം അള്ളാഹുവിന് സമമാണ്. ചാൽ പതുക്കെ പറയുന്നവന്റെ മനസ്സിൽ എന്താണുള്ളത് എന്ന് അള്ളാഹുവിനറിയാം. ഉറക്കെ പറയുന്നവന്റെ ആ പറച്ചിലിന്റെ ബാഹ്യമായ വശം തന്നെയാണോ, അതല്ല മറ്റെന്തെങ്കിലും ഒന്ന് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ചില ആളുകൾ പുറത്ത് സംസാരിക്കുമ്പോൾ എന്തോ ഒരു മധുരം പുരട്ടിയ തേൻ പുരട്ടിയ സംസാരമായിരിക്കും. പക്ഷെ ഉള്ളിൽ കുടിലതയുടെ, കുടിപ്പകയുടെ, അതേപോലെ തന്നെ കുതന്ത്രത്തിന്റെ വല്ലാത്ത ശൈലികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. എന്നാൽ അതൊക്കെ അവന്റെ ആ സംസാരത്തിന്റെ ശരിയായ അവസ്ഥ എന്താണ്? പുറത്തു പറയുന്നത് തന്നെയാണോ ഉള്ളിലുള്ളത്? ഉള്ളിലുള്ളത് തന്നെയാണോ പുറത്തു പറയുന്നത്? ഇതെല്ലാം അള്ളാഹുവിന് കണക്കാണ്. ഇപ്പൊ നമുക്കൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോഴാണ് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുക. എന്നാൽ ആ സംസാരിക്കുന്നതിന്റെ നേരെ എതിരായിരിക്കാം ഒരു പക്ഷെ അവൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത്. മനസ്സിലൊന്ന് ഒളിപ്പിച്ചു വെച്ചിട്ട് ആത്മവഞ്ചന നടത്തിക്കൊണ്ട് അതിന് വിരുദ്ധമായി ഒന്ന് പുറത്തു പറഞ്ഞതാകാം. പക്ഷെ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് കണ്ടെത്താൻ നമ്മുടെ മുന്നിൽ സാധാരണഗതിയിൽ വഴികളില്ല. അല്ലാഹു തആല അദൃശ്യം അറിയിച്ചു കൊടുക്കുന്ന മഹത്തുക്കൾ, ആ മഹത്തുക്കൾക്ക് പക്ഷെ അതിന് മാർഗമുണ്ടാകും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ ഉദ്ദേശിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് വന്ന ചിലരോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സംവദിക്കുമ്പോ അവര് പറയണത് എന്താണ്? അവര് പറയുന്നത് നിങ്ങളൊന്നും വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയില്ലേ? അങ്ങനെ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പക്ഷെ അവരോട് തിരിച്ചു ചോദിക്കുന്ന ചരിത്രത്തിലുണ്ടല്ലോ. എന്ത്? അങ്ങനെ വിവരങ്ങൾ അറിഞ്ഞു പോകാൻ വന്നതാണെങ്കിൽ എന്തിനാണ് ഈ വിഷത്തിലൂട്ടിയ ആ വാള് നിങ്ങൾ കൂടെ കൊണ്ടുവന്നത്? നിങ്ങൾ ഇന്ന ദിവസം മക്കയിൽ ഹിജ്ർ ഇസ്മായിലിൽ ഇരുന്നു കൊണ്ട് നിങ്ങളും ഉബയ്യ് ഇബ്നു ഖലഫുമൊക്കെ എന്നെ കൊല ചെയ്യുന്നതിനെ കുറിച്ച് ആലോചന നടത്തിയില്ലേ? നിങ്ങളെ കടങ്ങളൊക്കെ അവൻ ഏറ്റെടുത്ത്, അതേപോലെ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കാമെന്ന് അയാൾ ഉറപ്പ് തന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ കൊലപ്പെടുത്തുക എന്ന കൊട്ടേഷനുമായി വന്നതല്ലേ നിങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് ചരിത്രത്തിൽ കാണാം. ഉമൈർ ഇബ്നു വഹബ് എന്നായിരുന്നു ആ കൊട്ടേഷൻ സ്വീകരിച്ചു വന്ന ആളുടെ പേര്. റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് തങ്ങളെ വിവരങ്ങളൊക്കെ അറിയാൻ അദ്ദേഹത്തിന്റെ മകനെ
തടവുള്ളിയാക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ബദറിൽ. അപ്പൊ അവന്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു പോകാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ടാ തങ്ങളടുത്ത് വരുന്നേ. പക്ഷെ തങ്ങളടുത്ത് വരുമ്പോ തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു, അല്ലയോ ഉമൈറെ, നിങ്ങളുടെ കയ്യിലുള്ള ഈ വാളില്ലേ, ആ വാളിൽ നിങ്ങൾ നന്നായിട്ട് വിഷം ഊട്ടിയിട്ടില്ലേ? എന്നെ കൊല്ലാൻ വേണ്ടി സഫ്വാൻ ഇബ്നു ഉമയ്യ നിങ്ങളുടെ കടങ്ങൾ ഏറ്റെടുക്കുകയും മക്കളുടെ സംരക്ഷണം പ്രോമിസ് ചെയ്യുകയും അങ്ങനെ ആ കൊട്ടേഷൻ സ്വീകരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഹിജ്ർ ഇസ്മായിലിൽ വെച്ച് ഇന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ അത്തരമൊരു സംഭാഷണം നടന്നില്ലേ എന്ന് അവർ തമ്മിലുള്ള അതിരഹസ്യമായ മൂന്നാമതൊരാൾ അറിയാത്ത സംഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പറഞ്ഞപ്പോൾ ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് ഹിദായത്ത് വരാൻ തുടങ്ങി. കാരണം എന്താ? ഈ വിവരം ഞങ്ങൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ അറിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി കൊല്ലപ്പെട്ടതിന് ശേഷം ആ വിവരം മക്കയിൽ ആഘോഷിക്കാം, അതുവരെ ആരും അത് അറിയരുതെന്ന് സ്വകാര്യമായി തീരുമാനിച്ചുകൊണ്ടാണ് പിരിഞ്ഞത്. പക്ഷേ റസൂലുള്ളാഹി മദീനയിലെത്തിയപ്പോ അവരുടെ സംഭാഷണത്തിന്റെ ഡീറ്റെയിൽസ് മുഴുവനും അവിടുന്ന് പറയുന്നു. അത് കേട്ടപ്പോ തന്നെ മുത്തുനബിക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ശരിയായ സോഴ്സിൽ നിന്നാണ്, അഥവാ വിരാലജ്ഞാനിയായ നാഥനിൽ നിന്നാണ്, അള്ളാഹുവിൽ നിന്നാണ് എന്ന അനുഭവത്തിൽ ബോധ്യപ്പെട്ട ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാവുകയാണ്. പിന്നീട് ഇസ്ലാം മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകനായി മാറുകയാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യയോട് തന്നെ നിങ്ങൾ മുത്തുനബിക്കെതിരെ നേൽയുദ്ധം നടത്തുന്നത് നിർത്തണമെന്ന് പറയാൻ വേണ്ടി മക്കയിലേക്ക് പിന്നീട് വന്നയാളാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അത് വാസ്തവത്തിൽ അദൃശ്യമാണ്, അഥവാ ബാഹ്യമായ തീരുമാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വിശകലനങ്ങൾ കൊണ്ടോ അറിയാൻ സാധ്യമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ജ്ഞാനങ്ങളുടെ മുഴുവനും ഉടമസ്ഥൻ അത് അല്ലാഹു ആകുന്നു. അപ്പൊ രഹസ്യമായിട്ട് നിങ്ങൾ വെച്ചാലും പരസ്യമായിട്ട് വെച്ചാലും ആ അറിവുകളെല്ലാം അല്ലാഹുവിങ്കലുണ്ട്. വമൻ ഹുവ മുസ്തഖ്ഫിൻ ബിൽ ലൈലി, രാത്രിയിൽ മറഞ്ഞിരിക്കുന്നവനും വസാരിബും ബിന്നഹാർ, പകലിൽ ഇറങ്ങി നടക്കുന്നവനും അല്ലാഹുവിങ്കൽ സമമാണ്. ചാൽ ആ ഇറങ്ങി നടക്കുന്നവന്റെ അവസ്ഥയും ഒളിഞ്ഞിരിക്കുന്നവന്റെ അവസ്ഥയും എല്ലാം പഠിച്ചവനറിയാം. അതുകൊണ്ട് റബ്ബിന്റെ തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ അറിവിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സംവിധാനവും നിങ്ങളുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ അമാനുഷിക സിദ്ധികൾ പ്രകടമാക്കാൻ ആവശ്യപ്പെടുന്നത് ദുരുദ്ദേശത്തോടുകൂടെയാണ് എന്ന സംഗതി അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു പരിഗണനയും നൽകുന്നില്ല എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം തുടരെ തുടരെ കടന്നുവന്ന് അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില മലക്കുകൾ അല്ലാഹുവിനുണ്ട്. ആ മലക്കുകൾ മനുഷ്യന്റെ സംരക്ഷണത്തിനു വേണ്ടി അല്ലാഹു ഏർപ്പാടാക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നു. അതായത് ഇത്തരം അല്ലാഹുവിനെ കുറിച്ച് ധിക്കാരങ്ങൾ പറയുന്ന ആളെപ്പോലും സംരക്ഷിക്കാൻ, അവന് ആവശ്യമായ കാവലേർപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് വേദിയൊരുക്കുന്നുണ്ട്, സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും കാവൽ നൽകുന്നതിനു വേണ്ടി അവന്റെ വലത്തും ഇടത്തും അതേപോലെ മുന്നിലും പുറകിലും അവന്റെ വായയുടെ ഭാഗത്തും കണ്ണുകൾക്കടുത്തും അങ്ങനെ ആ മനുഷ്യന്റെ സ്വലാത്തുകൾ രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമായും അല്ലാഹു തആല മലക്കുകളെ ഏർപ്പാടാക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിലെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ ഇബ്നു കസീറിനെ പോലുള്ളവർ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം. നോക്കൂ, മനുഷ്യന്റെ നന്മയും തിന്മയും രേഖപ്പെടുത്താൻ അല്ലാഹു മലക്കിനെ ഏർപ്പാടാക്കുന്നുണ്ട്. അതുപോലെ അവന് കാവല് നൽകാൻ മലക്കിനെ ഏർപ്പാടാക്കുന്നുണ്ട്. അല്ലാഹു തആല ഓരോരുത്തർക്കും അന്തിമമായി തീരുമാനിച്ച വിധി വരുന്നതുവരെ അവന് നേരെ വരാൻ സാധ്യതയുള്ള സകലമാന തിന്മകളിൽ നിന്നും അവന് സംരക്ഷിച്ച് നിർത്തുക എന്ന ആ ഉത്തരവാദിത്തം ആ മലക്കേറ്റെടുക്കുകയാണ്. ആ കൂട്ടത്തിൽ മലക്കുകളുടെ കണക്കിനെപ്പറ്റി വിവിധ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇബ്നു കസീർ ഇവിടെ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഓരോ മനുഷ്യനും ആ മനുഷ്യന്റെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്നതിനു വേണ്ടി അല്ലാഹു തആല റഖീബ് അതീദ് മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതേപോലെ മുന്നിലും പുറകിലും അവന് സംരക്ഷണം കൊടുക്കാൻ, വലതുഭാഗത്തും ഇടതുഭാഗത്തും അവന് സംരക്ഷണം കൊടുക്കാൻ അല്ലാഹു മലക്കുകളെ ഏർപ്പാടാക്കുന്നുണ്ട്. അവന്റെ നെറുക് തല പിടിച്ചുകൊണ്ട് അവൻ അഹങ്കാരിയാകുമ്പോൾ അവനെ താഴ്ത്താനും
അതേപോലെ താഴ്മ കാണിക്കുമ്പോൾ അവന് ഉയർച്ച നൽകാനും ആവശ്യമായ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ അള്ളാഹു മലക്കിനെ ഏർപ്പാടാക്കുന്നുണ്ട്. മലക്കാനി അലാ ശഫത്തൈക, നിന്റെ രണ്ട് ചുണ്ടുമ്മലും രണ്ട് മലക്കിന് അള്ളാഹു തആല ഏർപ്പാടാക്കുന്നുണ്ട്. ലൈസ യഹ്ഫളാനി അലൈക ഇല്ല സ്വലാത്ത് അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിന്റെ പേരിൽ നീ ചൊല്ലുന്ന സ്വലാത്തുകൾ അത് രേഖപ്പെടുത്തുക, സൂക്ഷിച്ചു വെക്കുക എന്നത് മാത്രമാണ് അവരുടെ പണി. അതേപോലെ നിന്റെ വായയുടെ അടുത്തൊരു മലക്ക് കാവല് നിൽക്കുന്നുണ്ട്. പാമ്പ് അടക്കമുള്ള ജീവികൾ അകത്തേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനമാണ് അതുണ്ടാക്കുന്നത്. ഇങ്ങനെ 10 മലക്കുകൾ പകലും 10 മലക്കുകൾ രാത്രിയും നിരന്തരം ഓരോ മനുഷ്യന്റെയും, അവൻ വിശ്വാസിയായാലും അവിശ്വാസിയായാലും അവനെല്ലാവർക്കും പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കുന്നുണ്ട്. അതാണ് ഇവിടെ ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി മിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മനുഷ്യന് സംരക്ഷണം കൊടുക്കാൻ അവന്റെ പുറകിലും അതേപോലെ തന്നെ പിന്നിലും അവന്റെ മുന്നിലും പുറകിലും തുടരെ വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പകലൊരു ടീം, രാത്രി മറ്റൊരു ടീം, ഡേയിലും നൈറ്റിലും മാറി വരുന്ന മലക്കുകളുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു സമൂഹത്തോടുള്ള സമീപനം അല്ലാഹു തആല മാറ്റം വരുത്തുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവരുടെ ശരീരത്തിൽ അവർ മാറ്റം വരുത്തുന്നതുവരെ. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അടിസ്ഥാനപരമായി പ്രകൃതിപരമായി തന്നെ സത്യവിശ്വാസം സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നൽകിയിട്ടുണ്ട്. ശരി ഉൾക്കൊള്ളാൻ പറ്റിയ പാകത്തിലും പരുവത്തിലുമാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. എന്നാൽ ആ ശരി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവന്റെ കാരുണ്യത്തിന് അവൻ നമ്മളെ പരിഗണിക്കുന്നു. ഇനി അവനോട് ധിക്കാരം കാണിക്കുന്ന ശൈലിയും സ്വഭാവവും നമ്മൾ സ്വീകരിച്ചാൽ പരീക്ഷണത്തിന്റെ വല്ലാത്ത സാഹചര്യങ്ങൾ ഒരു പക്ഷേ അള്ളാഹു നമുക്ക് തന്നേക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റബ്ബിനോടുള്ള നിലപാടിൽ ശരിയായ നിലപാട് സ്വീകരിച്ചാൽ അള്ളാഹു തആല നമുക്ക് കാരുണ്യത്തിന്റെ ശൈലി നൽകുന്നതാണ്. അതേസമയത്ത് ധിക്കാരത്തിന്റെ സ്വഭാവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ വിവിധ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലിട്ട് അല്ലാഹു തആല നമ്മളെ വറക്കുന്നതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് പറയുന്നു. ഇദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ, ഒരു കൂട്ടർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തിന്മ ഉദ്ദേശിച്ചാൽ ഫലാ മറദ്ദ ലഹു, അത് അവന് തൊട്ട് തടയാൻ ആരുമില്ല. ഈ മലക്കുകളടക്കം അല്ലാഹു തആല ആത്യന്തികമായി തീരുമാനിക്കുന്ന ഒരു തിന്മയിൽ നിന്ന് അവർക്ക് സംരക്ഷണം കൊടുക്കില്ല. വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ, അല്ലാഹുവിനെ വിട്ടുകൊണ്ടുള്ള ഒരു സംരക്ഷകനും ജനങ്ങൾക്കില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ അല്ലാഹു ആകുന്ന യജമാനന്റെ കാരുണ്യത്തെക്കുറിച്ച് ആലോചിക്കുകയും ആ റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ആ റബ്ബയച്ച പ്രവാചകന്റെ കൽപ്പനകൾ സ്വീകരിച്ച് ജീവിതത്തെ ഉത്തരവാദിത്തത്തോടുകൂടെ കാണണം. അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയോ ആ കൽപ്പനകളെ വെല്ലുവിളിക്കുകയോ ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് മുന്നോട്ട് പോകുന്നത് അപകടം വരുത്തും. അല്ലാഹു തആല നമ്മളെ ഉത്തരവാദിത്ത ബോധമുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.